ഇനിയിപ്പോൾ കോഴിക്കോട്ടായാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പങ്കിട്ടെടുക്കാൻ കോൺഗ്രസ് ലീഗ് പാർട്ടികൾ തമ്മിൽ ധാരണയിലെത്തിയിരിക്കും. ആദ്യ 2.5 വർഷം കോൺഗ്രസും പിന്നീടുള്ള 2.5 വർഷം മുസ്ലിം ലീഗും എന്നതാണ് നിലവിലെത്തിയിരിക്കുന്ന ഈ ഒരു ധാരണ. കോൺഗ്രസ് നോമിനി പ്രസിഡന്റ് ആകുന്ന സമയത്ത് ലീഗ് പ്രതിനിധി വൈസ് പ്രസിഡന്റ് ആകും. അതേസമയം രണ്ടാം പകുതിയിൽ നേരെ തിരിച്ചായിരിക്കും ഉണ്ടാവുക. കോർപ്പറേഷനിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം മുസ്ലിം ലീഗ് വഹിക്കാനും ധാരണയായിട്ടുണ്ട്. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട്ടെന്ന്. അസ്ലം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തൊക്കെ കാലങ്ങൾക്ക് ശേഷം UDFന്റെ കയ്യിൽ വരിക എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രമാണ്, വലിയ ഒരു മുന്നേറ്റം തന്നെയാണ്. ആ നിലക്ക് കാര്യമായ തർക്കമൊന്നുമില്ലാതെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം വീതിക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്കാണോ ഇപ്പോൾ നേതൃത്വം എത്തുന്നത്? അങ്ങനെയെങ്കിൽ ആരായിരിക്കും ആദ്യം പ്രസിഡന്റ് ആവുക എന്ന കാര്യത്തിലൊക്കെ സൂചനകളുണ്ടോ? ഇനി കോർപ്പറേഷനുകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ചർച്ചകൾ? സൈഫുദ്ദീൻ, UDFൽ കോൺഗ്രസും ലീഗും ഒരേപോലെ ഒരേ ശക്തിയാൽ തന്നെ മത്സരിച്ചുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് പഞ്ചായത്ത് ആണെങ്കിലും മുനിസിപ്പാലിറ്റികളാണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരുമ നിലനിർത്തിക്കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ, അതിന്റെ ഭരണ സാന്നിധ്യങ്ങൾ ഏറ്റെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു UDFിലെ പൊതുധാരണ. അതിനുവേണ്ടി തന്നെ UDFിന്റെ നേതൃയോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. അതിലാണ് ജില്ലാ പഞ്ചായത്ത് ഭരണം ആദ്യമായിട്ടാണ്, കോഴിക്കോട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് ഭരണം ലഭിക്കുന്നത്. അത് രണ്ട് പാർട്ടികളും കോൺഗ്രസും ലീഗും ഓരോ ടീം വീതം പങ്കിട്ടെടുക്കാം എന്നുള്ള ധാരണയിലേക്ക് എത്തി. ആദ്യം കോൺഗ്രസ് ആയിരിക്കും പ്രസിഡന്റ് ആവും. ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി വൈസ് പ്രസിഡന്റ് ആവും. കോൺഗ്രസിന്റെ രണ്ടാം ടൈം ആകുന്നതോടുകൂടി 2.5 വർഷം കഴിയുന്നതോടുകൂടി മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി ആയിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈസ് പ്രസിഡന്റായി കോൺഗ്രസിന്റെ ആൾ വരും. ആ രീതിയിലേക്ക് ഒരു ക്രമീകരണം നടത്താൻ ധാരണയായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ പേരിലേക്ക് പാർട്ടികൾ എത്തിയിട്ടില്ല. കാരണം ഇനി ദിവസം ഒരാഴ്ച കൂടി ഉള്ളതിനാൽ മറ്റ് ചർച്ചകൾ വിശദമായി നടത്തി എത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലും കോൺഗ്രസിന്റെ മില്ലി മോഹൻ എന്ന് പറയുന്ന വനിതാ നേതാവായിരിക്കണം, വനിതാ സംവരണം ഉണ്ട്, വനിതാ നേതാവായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വരിക എന്നുള്ള ഒരു ധാരണയിലേക്ക് എന്നൊരു ചർച്ചകളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ധാരണയിലേക്ക് എത്തിയിട്ടില്ല. ഇനിയും മറ്റു പേരുകൾ കൂടി, ഷീബ ഉൾപ്പെടെയുള്ള മറ്റു പേരുകൾ കൂടി പരിഗണിക്കുന്നുണ്ട്. അതേസമയം മില്ലി മോഹനാണ് മുൻഗണനയുള്ളത്. അതെന്തായാലും കോൺഗ്രസ് തീരുമാനം 2 ദിവസത്തിനുണ്ടാകാൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗും മറ്റ് ചർച്ചകളിലേക്ക് ഉടനെ കടക്കും. മറ്റൊരു തീരുമാനം എന്ന് പറയുന്നത് കോർപ്പറേഷനാണ്. കോർപ്പറേഷനിൽ അപ്രതീക്ഷിതമായി തന്നെ UDFിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷിതമാണ് ശക്തമായ മുന്നേറ്റം ഉണ്ടായി. കുറച്ച് സീറ്റുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ പക്ഷേ ഭരണം തന്നെ പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഒരു പക്ഷേ മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ലീഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന PM നിയാസ് പരാജയപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി പരിഗണിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ രണ്ട് പേര് കോർപ്പറേഷനിലാണെങ്കിൽ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസും 14 സീറ്റുകൾ വീതം നേടി കൗൺസിൽ തുല്യമായ നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം മുസ്ലിം ലീഗിന്, അല്ലെങ്കിൽ ശരിക്കും കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പൊസിഷൻ ഇല്ലെങ്കിൽ പോലും കൗൺസിലിൽ പാർട്ടി ലീഡ് ചെയ്യുക എന്നുള്ളൊരു ദൗത്യം മുസ്ലിം ലീഗിനെ ഏൽപ്പിക്കാമെന്നുള്ളൊരു ധാരണ കൂടി UDFിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. TPM ജിഷാൻ ഉൾപ്പെടെ നിരവധി പ്രധാനപ്പെട്ട നേതാക്കൾ മുസ്ലിം ലീഗിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആരായിരിക്കുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. എന്നാൽ പോലും അത്തരം സാധ്യതയോട് നിലനിൽക്കുന്നതിനാൽ എന്തായാലും മുസ്ലിം ലീഗിന് പ്രതിപക്ഷ നിര അല്ലെങ്കിൽ കൗൺസിൽ പാർട്ടി എന്ന് പറയുന്നത് ലീഡ് ചെയ്യാനുള്ള ദൗത്യം കൂടി ഏൽപ്പിക്കുക എന്നതിലേക്ക് വന്നിട്ടുണ്ട്. ഇത്തവണത്തെ കോർപ്പറേഷൻ കൗൺസിൽ എന്തായാലും കൗൺസിലർമാരുടെ എണ്ണം കൂടുതലുണ്ട്. രണ്ടാമത്തെ കാര്യം, കൗൺസിലർമാരുടെ എണ്ണം കൂടുതലുള്ളത് തന്നെ കുറഞ്ഞതൊരു 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി എങ്കിലും പ്രതിപക്ഷത്തിന് ലഭിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിക്കും, BJPക്കും ഒരെണ്ണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണം എന്ന് പറയുന്നത് വളരെ കഴിഞ്ഞ തവണയൊക്കെ പോയതുപോലെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല. ഓരോ കാര്യങ്ങളും ചോദ്യം ചെയ്തും പ്രതിപക്ഷത്തെ പരിഗണിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ എതിർപ്പുകൾ കൃത്യമായി തന്നെ ഉന്നയിക്കാൻ അവസരം ലഭിക്കുന്ന രീതിയിലായിരിക്കും കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെ ഒരു ശക്തനായ ഒരു പ്രതിപക്ഷ നിരയിൽ ഒരു ശക്തനായ ഒരാൾ കൂടി വേണം എന്നതുകൂടി UDFിന്റെ ഒരു പൊതുവായ ഒരു ചർച്ചയിൽ ഉയർന്നു വന്നതാണ്. എന്തായാലും പല പേരുകളും വരുന്നുണ്ട്. എന്തായാലും കോർപ്പറേഷനിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം യഥാർത്ഥത്തിൽ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പോലും അത് മുസ്ലിം ലീഗ് ഏറ്റെടുക്കാവുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. എന്തായാലും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ചർച്ചകൾ ആദ്യഘട്ടത്തിൽ മുന്നണി ചർച്ച ആയിട്ടുണ്ട്. ഇനി എന്തായാലും പാർട്ടികൾ 2 ദിവസത്തിനകത്ത് ചേർന്ന്, കാരണം ഇനി ഞായറാഴ്ചയാണ് സത്യപ്രതിജ്ഞ. അവിടെ നിന്ന് അങ്ങോട്ട് ഇനി 20-25 തീയതിക്കകം
ഇവരുടെ എല്ലാം തെരഞ്ഞെടുപ്പ് മേയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നാൽ മതി എന്നുള്ളതാണ് തീയതികൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സമയമുണ്ട് ഇനിയും. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ പാർട്ടികൾ യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ അവർ ആരെയാണോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അല്ലെങ്കിൽ കോർപ്പറേഷൻ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് ആ തീരുമാനങ്ങളിലേക്ക് പോകും. എന്തായാലും കോഴിക്കോട് തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. ശക്തമായ ഒരു വിജയത്തിന് പിന്നാലെ ആ ഒരു ഐക്യം ഇതിലും നിലനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി സ്ഥലങ്ങളിൽ ഇനിയും നറുക്കെടുപ്പ് വരാനുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിലും പഞ്ചായത്തുകളിലൊക്കെ അവിടെയും കൂടി കിട്ടിയാൽ എന്തായാലും ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ തന്നെ കൂടുതൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കൂടുതൽ പഞ്ചായത്ത് അംഗങ്ങൾ എന്നതിലേക്ക് UDF എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ ഭരണം കൂടി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ UDFിനുള്ളത് കോഴിക്കോട്.